ജയരാജ്, താങ്കൾ നേരത്തെ പറഞ്ഞ സർക്കാരിന്റെ അതേ നേട്ടങ്ങൾ പറഞ്ഞ പോയ തദ്ദേശത്തിൽ യു.ഡി.എഫിന് വലിയ വിജയം നേടാൻ കഴിഞ്ഞു. ഇപ്പൊ എന്ത് പാർട്ടിയാണെന്ന് പറഞ്ഞാലും കഴിഞ്ഞ ലോക്സഭയിൽ വലിയ വിജയം നേടാൻ കഴിഞ്ഞു. പോയ ബൈ ഇലക്ഷനിലൊക്കെ വലിയ വിജയങ്ങൾ നേടാൻ കഴിഞ്ഞു. ചേലക്കരയാവട്ടെ, അതിൽ ഈ പറയുന്ന ഭൂരിപക്ഷം ഗണ്യമായി കുത്തനെയിടിക്കാൻ യു.ഡി.എഫിന് അവിടെ കഴിയുകയും ചെയ്തു. അപ്പോൾ ഇപ്പൊ തദ്ദേശത്തിന് ശേഷം ഈ നിയമസഭയ്ക്കിടയ്ക്കുണ്ടായ ഏതാനും മാസങ്ങളിൽ സംഭവിച്ചെന്താണ്? ഒന്നും സംഭവിച്ചിട്ടില്ല. സംഭവിച്ചത് സർക്കാരിന്റെ കോടികൾ മുടക്കിയ വലിയ പ്രചരണ യന്ത്രം പ്രവർത്തിച്ചെന്ന് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസിന്റെ കോൺഫിഡൻസ് കൃത്യമായ അടിസ്ഥാനമുണ്ട് അല്ലേ? അതേസമയം തന്നെ അപ്പുറത്ത് LDF ക്യാമ്പിലേക്ക് പോയാൽ കോൺഫിഡൻസ് ഇല്ലാത്ത എത്ര പ്രതികരണങ്ങൾ നമ്മൾ കാണുകയാണ്. അമ്പലപ്പുഴ അടക്കം കടുത്ത മത്സരം, തളിപ്പറമ്പിൽ കടുത്ത മത്സരം എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ സിറ്റിംഗ് മന്ത്രിമാർ തോൽക്കുമെന്ന വിലയിരുത്തൽ എന്നൊക്കെ പറഞ്ഞാൽ കോൺഫിഡൻസിന്റെ ലെവൽ ആർക്കാണ് കൂടുതൽ എന്ന് നാട്ടുകാർക്ക് മനസ്സിലാവില്ലേ സുജയരാജ്? ഇതിനകത്ത് നമ്മൾ ആദ്യമേ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ പ്രചരണം തുടങ്ങിയ കാലം തൊട്ട് തന്നെ ആദ്യമേ ഞങ്ങളുടെ നാട്ടിലൊക്കെ, ഞാൻ കൊല്ലത്തുനിന്നാണ് വരുന്നത്, അവിടെ ഈ ഉത്സവങ്ങൾ നടക്കുമ്പോഴത്തേക്കും ആന എഴുന്നള്ളത്തുണ്ടാവും, ധാരാളമായ ആനകളെ കൊണ്ടുവരും. അപ്പോൾ ആന വരണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കും. ബഹളം ഉണ്ടാക്കിയിട്ട് സ്ത്രീകളും കുട്ടികളും അടക്കം ഓടുമ്പം അവരറിയാതെ ഈ മാല പൊട്ടിച്ചുകൊണ്ട് കവർന്നുകൊണ്ട് ഓടും. അവരെ ഈ ഉത്സവക്കള്ളന്മാരെന്നാണ് വിളിക്കുന്നത് പൊതുവെ കൊല്ലത്തുള്ളവരൊക്കെ. അപ്പോൾ ഈ ഉത്സവക്കള്ളന്മാരെ പോലെ ആദ്യമേ തുടങ്ങിയത് എങ്ങനെയാണ്? ഡീലേ 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 എന്ന് പറഞ്ഞിട്ട് ഒരു പ്രചണ്ഡ പ്രചരണം കഴിച്ചു വിട്ടു. എന്നിട്ട് കൃത്യമായി നമ്മൾ നോക്കിയാൽ ഡീൽ ഉറപ്പിച്ചത് ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ വട്ടിയൂർക്കാവിൽ വന്ന് നോക്കിയാൽ മതി. ഹാഷ്മി, ഞാൻ താമസിക്കുന്ന വട്ടിയൂർക്കാവിലാണ്, തിരുവനന്തപുരത്ത്. അവിടെ കലാശക്കൊട്ടിന് ശേഷം കെ ശ്രീരേഖയുടെ പ്രവർത്തകർ, അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ കോർപ്പറേഷൻ കൗൺസിലർമാർ BJPക്ക് സമ്മാനിച്ച വാർഡാണ് വട്ടിയൂർക്കാവ്. അവിടുത്തെ ഇലക്ഷൻ ബൂത്തുകളിൽ BJPയുടെ പോളിംഗ് ഏജൻറ്റ്സ് ഒരാൾ പോലും ഇല്ലായിരുന്നു. ദേ ഓൾ വാനിഷ്ഡ് ഇൻ ടു തിൻ എയർ. അപ്പോഴവരവിടെ പോയി. ആരൊക്കെ തമ്മിലാണ് ഡീല്? എന്താണ് അവരുടെ ഉദ്ദേശം? അപ്പോൾ ഒരു നേതാവിനെ വിജയിപ്പിക്കാൻ വേണ്ടി വേറൊരു ചെറുപ്പക്കാരനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വൃത്തികെട്ട നീക്കങ്ങൾ പല രീതിയിലും. മലബാർ മേഖലയിലാണെങ്കിൽ വേറെ രീതിയിൽ ഒരു രീതി. മുരളീധരൻ അനുകൂലമാണെന്നും പ്രശാന്തിന് അനുകൂലം അല്ലെന്നും താങ്കൾ അങ്ങനെ പറയാം? അത് ഈ പറഞ്ഞ അത് മുരളീധരന് വോട്ട് മറിക്കാനാണെന്നും പ്രശാന്തിന് വോട്ട് മറിക്കാനല്ലെന്നും താങ്കൾക്ക് എങ്ങനെ അറിയാം? കാര്യം BJP അവർക്ക് കുറവോട്ടുള്ള മണ്ഡലങ്ങളിൽ എന്തുകൊണ്ട് അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തിയില്ലെന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് വ്യക്തമായ ഡീല് നടന്നിട്ടുണ്ട്. എന്തായാലും ഇലക്ഷൻ കഴിയുമ്പോൾ അറിയാമല്ലോ. ഇപ്പോൾ തൃശ്ശൂരിലെ കാര്യം നമ്മൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. മണ്ഡലം അനുസരിച്ച് എടുത്ത് തിരിച്ച് നോക്കിയാൽ പോലും ഈ പറയുന്ന കോൺഗ്രസിൻ്റെ പോയ വോട്ടുകൾ, മൊത്തത്തിൽ പോയ വോട്ടുകൾ എങ്ങോട്ട് പോയെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് എങ്ങോട്ട് പോയെന്ന് മനസ്സിലാക്കും. അപ്പോൾ ഈ ഡീലുണ്ടായിരുന്ന ആളുകൾ ഈ ഉത്സവക്കള്ളന്മാരെ പോലെ ആന വരണ്ടേ എന്ന് വിളിച്ചുകൊണ്ട് ഓടുന്ന കാര്യമാണ് നമ്മൾ കണ്ടത്. അതാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തനം. പിന്നീട് ഈ പറഞ്ഞ കണക്കുള്ള നുണപ്രചരണങ്ങൾ, ആരോഗ്യ മേഖലയെ ചുറ്റിപ്പറ്റി എന്തെല്ലാം സമരങ്ങളാണ് നടത്തിയത്. മുഖ്യമന്ത്രി ഗവർണറെ കൊണ്ട് മന്ത്രിസഭയെ പിരിച്ചുവിടാം, എന്തൊക്കെ മാർഗമുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ എല്ലാം റോഡിലിറക്കി വണ്ടിയുടെ മുന്നിൽ ചാടുന്ന ഒരു സമരം സൃഷ്ടിച്ചത്. അങ്ങനെയൊക്കെയുള്ള സമരങ്ങൾ, ആ സമരങ്ങളും ക്ലച്ച് പിടിക്കുന്നില്ലെന്ന് കണ്ടപ്പോഴത്തേക്കും പുതിയ പുതിയ ആരോപണങ്ങളായിട്ട് വന്നു. ഈ ആരോപണങ്ങളിൽ ഒരെണ്ണം പോലും തെളിയിക്കാൻ പറ്റിയില്ല. കേരളത്തിൽ നടന്ന നമുക്ക് തൊട്ടറിയാവുന്ന, കണ്ടറിയാവുന്ന, കേട്ടറിയാവുന്ന, മണത്തറിയാവുന്ന, രുചിച്ചറിയാവുന്ന വികസനങ്ങളുടെ മുന്നിൽ മുഴുവൻ കണ്ണടക്കുകയും ഈ വികസനങ്ങളെ ഒന്നും ചർച്ചയാക്കാതിരിക്കുകയും അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് മാധ്യമങ്ങൾ വലിയൊരു പങ്ക് ഇതിനകത്ത് വഹിച്ചിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, എത്രയൊക്കെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ ഉറക്കെ ഇരുന്ന് ചിന്തിച്ചാലും കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നവരാണ്, ശേഷിയുള്ളവരാണ്. ഉറപ്പായും അതിൽ SIR ഇമ്പാക്ട് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ രാവിലെ മുതൽ തന്നെ കാത്തു നിന്ന് പോളിംഗ് ബൂത്തുകളെ കഷ്ടപ്പാട് സഹിച്ച് വോട്ട് ചെയ്തത്. അപ്പോൾ ഒരു തീരുമാനമാണ്, ഒന്നുകിൽ ഈ പറയുന്ന സർക്കാരിന്റെ വികസന തുടർച്ചയ്ക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ആന്റി ഇൻകുംബൻസി സർക്കാരിനെ പുറത്താക്കൽ. രണ്ടിലൊന്ന് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത് നമുക്ക് മെയ് 4 അറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.